السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് നൂറുൽ ഖുർആനിന്റെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവസാനമായി നാം ഓതി വെച്ചത് 47, 48, 49 ആയത്തുകളാണ്. ആ ആയത്തുകൾ ഒന്നുകൂടി കേൾക്കുക. أعوذ بالله من الشيطان الرجيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم.
ഈ ആയത്തുകളിലെ പാരായണ നിയമങ്ങളാണ് നാം ഇതിനകം പഠിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അതിലടങ്ങിയ പദങ്ങളെക്കുറിച്ചും അതിലെ വ്യാകരണ നിയമങ്ങളെക്കുറിച്ചും പഠിക്കാം. ഇതേ ആയത്ത് തന്നെ അതിന്റെ തൊട്ടുമുകളിൽ 40-ാമത്തെ ആയത്തായി നാം പഠിച്ചിട്ടുണ്ട്. അത് യാ ബനി ഇസ്രാഈൽ അസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വഇയ്യായ ഫർഹബൂൻ എന്ന രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യ ഭാഗത്തെ പദങ്ങളും ഈ ആയത്തിന്റെ നമ്മൾ ഓതി വെച്ച 47-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗവും 40-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗവും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏതായിരുന്നാലും ഞാൻ പറയാണ്, യാ ബനി ഇസ്രാഈല, അതിന്റെ ആയത്തിൽ അടങ്ങിയ അതിന്റെ അർത്ഥം ഒന്ന് പരിശോധിക്കുക. യാ ബനി ഇസ്രാഈല, ഏ ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ സന്തതികളെ. ഉസ്കുറൂ നിഅമതി, നിങ്ങൾ എന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുക. അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഞാൻ നിങ്ങൾക്കുമേൽ അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ അനുസ്മരിക്കുക. വ അന്നീ ഫദ്ദൽതുക്കും, ഞാൻ തീർച്ചയായും നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അലൽ ആലമീൻ, ലോകരെക്കാൾ. അപ്പോ യാ ബനി ഇസ്രാഈൽ അസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇവിടെ യാ ബനി ഇസ്രാഈല, ഏ ഇസ്രായേൽ മക്കളെ. യാ എന്ന് പറയുന്നത് എന്താകുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിദാ എന്ന് ഉപയോഗിക്കുന്ന ഹർഫാകുന്നു യാ എന്നത്, അല്ലെ? ഹർഫാകുന്നു, നിദാ എന്ന് ഉപയോഗിക്കുന്ന ഹർഫാകുന്നു യാ എന്നത്. ബനി എന്ന് പറയുന്നത് യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്നാണ്, അല്ലെ? ബനു ഇസ്രായേൽ എന്നാകുന്നു. ബനു ഇസ്രായേൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇബ്ന് എന്നതിന്റെ ജമ്മാണ് ബനൂന്. ബനൂനിന്റെ കൂടെ ഇസ്രായേൽ ചേർത്തതാണ്. അപ്പോ ബനൂൻ അതിന്റെ കൂടെ ഇസ്രായേൽ ചേർക്കുന്ന സന്ദർഭത്തിൽ ആ ജംഇൽ അടങ്ങിയ നൂന്, ആ നൂന് ഹദഫ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട്? മുലാഫ് ഇലൈഹി ആയതുകൊണ്ട്, അല്ലെ? മുലാഫ് ഇലൈഹി ആയതുകൊണ്ട് ബനൂന ഇസ്രായേൽ എന്നത് ബനു ഇസ്രായേൽ എന്നായി മാറുന്നു. ബനൂന ഇസ്രായേൽ എന്നത് ബനു ഇസ്രായേൽ എന്ന് ആവാനുള്ള കാരണം അത് മുലാഫ് ഇലൈഹി ആകുന്നു. എന്നിട്ട് ബനു ഇസ്രായേൽ എന്നത് ബനി എന്നാവാനുള്ള കാരണം അത് മൻസൂബായി, കാരണം അത് മുനാദ ആയതുകൊണ്ട്. ബനി എന്നത് വിളിക്കപ്പെട്ടതാണ്. യാ എന്നതിന് ശേഷമുള്ള ഹർഫ് നിദാഇന് ശേഷം ബനു എന്ന് വന്നിട്ടുണ്ട്. ആ ബനു എന്തായി മാറുന്നു? മൻസൂബായി മാറുന്നു. കാരണം അത് മുനാദയായതുകൊണ്ട് അത് ബനി എന്ന് വിളിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് പാരായണം ചെയ്യുക എന്നർത്ഥം. യാ ബനി എന്നാണ് ഓതേണ്ടത്. അപ്പോ ബനു ഇസ്രായേൽ, യാ ബനി ഇസ്രായേൽ അസ്കുറു. ഇസ്രായേൽ എന്ന് പറയുന്നത് ആരുടെ പേരാണ്? ഇസ്രായേൽ എന്ന് പറയുന്നത് ആരുടെ പേരാണ്? യാക്കൂബ് നബിയുടെ പേരാകുന്നു. യാക്കൂബ് നബിയുടെ പേരാകുന്നു ഇസ്രായേൽ എന്നത്. ശരി, എല്ലാവരും ഒന്നുകൂടി ഉഷാറാവുക. കാരണം ഒന്ന് ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലാസ്സിൽ കുറച്ചുകൂടി ഒരു അറ്റൻഷനോട് കൂടിയിട്ടിരിക്കുക. അപ്പോ പരമാവധി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പരമാവധി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അറിയാത്ത കാര്യങ്ങളൊക്കെ അത് ഒഴിവാക്കാം. പക്ഷെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ്
ഞാൻ നിങ്ങൾ ക്ലാസ്സൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലാവുള്ളൂ. മറ്റു നിങ്ങൾ കുറേ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് യാ ബനി ഇസ്രായീൽ ഉദ്കുറു അത് നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് സക്കറ യദ്കുറു അല്ലെ? സക്കറ യദ്കുറു എന്ന ഫിഅലിൽ നിന്ന് സക്കറ യദ്കുറു എന്ന ഫിഅലിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ? സക്കറ ഞാൻ ടൈപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. സക്കറ യദ്കുറു സക്കറ യദ്കുറു ദിക്ർ അല്ലെ? അതിൽ നിന്ന് അതിന്റെ അംറായിട്ടാണ് യദ്കുറു എന്ന് വരുന്നത് കൊണ്ടാണ് ഉദ്കുർ എന്നായി മാറുന്നത്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഉദ്കുർ എന്നെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഉദ്കുർ നീ സ്മരിക്കുക, നീ സ്മരിക്കുക. ഉദ്കുർ നിങ്ങൾ സ്മരിക്കുക. ഉദ്കുറു നിങ്ങൾ സ്മരിക്കുക. ഉദ്കുറു നിങ്ങൾ സ്മരിക്കുക. അതിന്റെ ബഹുവചനാർത്ഥത്തിൽ വരും. അപ്പോ അവിടെ ഫിഅൽ അംറാണ്. മബ്നിയുൻ അല ഹദ്ഫ് നൂൻ അല്ലെ? നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ടുള്ള മബ്നിയാകുന്നു യഥാർത്ഥത്തിൽ അവിടെ. പിന്നെ ഉദ്കുറു എന്ന് പറയുന്ന വാവുൽ ജമാഅത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. വാവുൽ ജമാഅത്ത് എന്താണ്? സാധാരണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വാവുൽ ജമാഅത്ത് ഉദ്കുറു എന്ന് പറയുന്ന ഉദ്കുർ എന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള വാവ് അത് ضمير مبني على السكون في محل رفع فاعل ما شاء الله. اوكي ശരി. വാവുൽ ജമാഅത്ത് تقديره أنتم إن شاء الله. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم. نعمتي നിഅമത്ത് അനുഗ്രഹം അല്ലെ? നിഅമത്തുൻ അത് എന്റെ അനുഗ്രഹം എന്നാണ്. നിഅമത്തുൻ അതാണ് നിഅമത്തി എന്റെ അനുഗ്രഹം. അതിലേക്ക് യാ ചേർക്കുകയാണ്. മുത്തക്കല്ലിമിന്റെ യാ ചേർക്കുന്നു എന്റെ എന്ന അർത്ഥത്തിൽ. അപ്പൊ നിഅമത്തി എന്ന് പറയുന്നത് ഇവിടെ ഉദ്കുറു നിങ്ങൾ അനുസ്മരിക്കുക. നിഅമത്തി എന്റെ അനുഗ്രഹത്തെ എന്റെ നിഅമത്തിനെ എന്നതാണ്. മഫ്ഊൽ ബിഹി മൻസൂബാണ് അല്ലെ? മഫ്ഊൽ ബിഹി മൻസൂബാകുന്നു. അവിടെ മഫ്ഊൽ ബിഹിക്കുള്ള ഫത്ഹ എവിടെ പോയി? എങ്ങനെ എഴുതും? نعمتي يا المقدرة الفتحة المقدرة الفتحة المقدرة. نعمتي 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 منصوبان. نعمتي التي എന്ന് പറയുന്നത് التي الذي التي الذي اللذان الذين التي اللتان اللاتي അല്ലേ? اسم موصول اسم موصول ആകുന്നു. ഓക്കെ اسم موصول ആകുന്നു. التي അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി ബനു ഇസ്രായേൽ വിഭാഗമേ ഇസ്രായേൽ സന്തതികളെ ഉദ്കുറൂ നിങ്ങൾ സ്മരിക്കുക നിഅമതി എന്റെ അനുഗ്രഹത്തെ. ഇനി അതിന്റെ ആ അനുഗ്രഹത്തിന്റെ വിശേഷണമാണ് പറയുന്നത് അല്ലത്തി അൻഅംതു അലൈക്കും. അല്ലത്തി അൻഅംതു അലൈക്കും. അപ്പൊ അത് അല്ലത്തി എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ശരിക്ക് ഈ നിഅമത്തിന്റെ ഒരു വിശേഷണമായിട്ട് പറഞ്ഞു വരികയാണ്. അത് നിഅമത്തിന്റെ സ്ഥാനമാണ് അതിനുള്ളത്. മനസ്സിലായല്ലോ? നിഅമത്തിന്റെ സ്ഥാനമാണുള്ളത്. നിഅമത്തിന്റെ സ്ഥാനമായിട്ടാണ് ഇതിന് വരിക. കാരണം അല്ലത്തി എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാര്യം എന്താകുന്നു?
ഇതിന്റെ നഅത്താകുന്നു. അതായത് ഏതിന്റെ? നിഅമത്തിന്റെ നഅത്താകുന്നു. അപ്പൊ നഅത്ത് എന്ന് പറയുന്നത് മൻഊത്തിനെ ഇറാബിൽ പിന്തുടരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അല്ലത്തി എന്ന് പറയുന്നത് ഇസ്മു മൗസൂലാണ്. അത് ഫി മഹല്ലി നസ്ബ് ആകുന്നു എന്നുള്ളതാണ്. ഫി മഹല്ലി നസ്ബാണ്. കാരണം നഅത്തായത് ഫി മഹല്ലി നസ്ബ്. മനസ്സിലായിട്ടുണ്ടല്ലോ? അൻഅംതു, അൻഅംതു എന്ന് പറയുന്നത് അൻഅമ, അൻഅമ ഞാൻ അനുഗ്രഹിച്ചു, ഞാൻ അനുഗ്രഹിച്ചു. അൻഅമ, അൻഅംതു ഞാൻ അനുഗ്രഹിച്ചു. അൻഅമ, അൻഅമാനി, അൻഅമൂന, അൻഅമത്, അൻഅമത, അൻഅംന, അൻഅംതു, അൻഅംതു, അൻഅംത, അൻഅംതുമാ, അൻഅംതും, അൻഅംതി, അൻഅംതുമാ, അൻഅംതുന്ന, അൻഅംതു, അൻഅംന. അപ്പോൾ അതിലാണ് ഫിഅൽ മാദി. അതെ, ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ. അൻഅം എന്നത് അല്ലേ, അൻഅം എന്ന് പറയുമ്പോൾ മീമിന് സുക്കൂനാണ്. അപ്പൊ ഫിഅൽ മാദിയാണ്, മബ്നിയുൻ അല സുക്കൂൻ ആകുന്നു. അൻഅംതു. ഓക്കെ. പിന്നെ അതിൽ അടങ്ങിയിട്ടുള്ള ത നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്യില്ല, നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി വെക്കും. അൻഅംതു എന്ന് പറയുന്നതിലുള്ള തു, ആ തു എന്താണ്? അൻഅംതു ളമീർ മുസ്തതിർ. ഓക്കെ. മബ്നിയുൻ എന്ന് പറയുന്നത് ضمير مستتر مبني على الضم. ما شاء الله. ضمير مستتر مبني على الضم في محل رفع فاعل. ما شاء الله. اوكي. تو ضمير مستتر مبني على الضم في محل رفع فاعل. أنعمت ഞാൻ അനുഗ്രഹിച്ചു എന്നാണ്. ഞാൻ അനുഗ്രഹിച്ചു. അപ്പൊ അതിന്റെ സീഗ എവിടെയാണുള്ളത്? അന. തഖ്ദീർ അനയാണ്. അത് ശരി. ഓക്കെ. മുതകല്ലിം മുഫ്രദ്. മാഷാ അല്ലാഹ്. അപ്പോ അൻഅംതു അലൈക്കും, അൻഅംതു അലൈക്കും, അൻഅംതു അലൈക്കും. അല എന്ന് പറയുന്നത് ഹർഫ് ജർ അല്ലേ? അല ഹർഫ് ജറാണ്. പിന്നെ കും എന്ന് പറയുന്നത് ളമീർ അല കൂട്ടണം അൻതും. അതെ, മാഷാ അല്ലാഹ്. ളമീർ കും എന്ന് പറയുന്നത് മബ്നിയുൻ അല സുകൂൻ അല്ലേ? ഈ മഹല്ല് ജർ, കാരണം അത് ഇസ്മു മജ്റൂറായി വരുന്നത്. അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും. അപ്പോ നിങ്ങൾക്കുമേൽ ഞാൻ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. വഅന്നി വ ഹർഫിന്റെ വാ അല്ലേ? ആണോ? ഹർഫിന്റെ ഹർഫിന്റെ വാ. അന്നി എന്നത്, അന്നി എന്നത് അന്നയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള യാ ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അന്ന എന്ന് പറയുന്നത് എന്താകുന്നു?
അന്ന എന്ന് പറയുന്നത് എന്താണ്? ഹർഫ് എന്താണ്? ഹർഫ് തൗക്കീദ് വനസ്ബ് അല്ലേ? ഹർഫ് തൗക്കീദ് വനസ്ബ്. നസ്ബ് ചെയ്യപ്പെടുന്ന, നസ്ബ് ചെയ്യുന്ന ഒരു ഹർഫ് കൂടിയാണ് അന്ന. അതിലേക്ക് യാ ചേർക്കുകയാണ്. തീർച്ചയായും എന്നാണ് അന്നയുടെ അർത്ഥം. യാ ചേർക്കുമ്പോൾ തീർച്ചയായും ഞാൻ, യാ ചേർക്കുമ്പോൾ തീർച്ചയായും ഞാൻ. അവിടെ വരുന്ന യാ എന്ന് പറയുന്നത് അന്നീ. ضمير مبني على السكون اسمه أن അല്ലേ? في محل نصب. നസ്ബ് ചെയ്യപ്പെടുന്നില്ല ഇവിടെ. في محل نصب ഇങ്ങനെ വരും. സുക്കൂനിന്മേൽ മബ്നിയാകുന്ന ളമീറാണ് യാ. ആ ളമീർ നസ്ബിന്റെ സ്ഥാനത്താകുന്നു. കാരണം അന്നക്ക് ശേഷം വരുന്ന ഇസ്മ് അത് മൻസൂബാണ്. അപ്പൊ അന്നക്ക് ശേഷം വരുന്ന ഇസ്മാണ് ഇവിടെ യാ. ഞാൻ, അന, അന്ന കൂട്ടണം അന, അന്ന, അതാണ് അന്നീ എന്നായി വരുന്നത്. അപ്പൊ അത് നസ്ബിന്റെ സ്ഥാനത്ത് ആകുന്നു. കാരണം ഇന്നയുടെ അല്ലെങ്കിൽ അന്നയുടെ ഇസ്മായതുകൊണ്ട്. അന്നീ ഫദ്ദൽതുക്കും, ഫദ്ദൽതുക്കും, ഫദ്ദല, ഫദ്ദല യുഫദ്ദിലു. വരും. ഫദുല യഫ്ദുലു അതാണ് ഇവിടെ വരുന്നത്. ഫദുല യഫ്ദുലു, ശ്രേഷ്ഠമാക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് ഫദുല യഫ്ദുലു, ശ്രേഷ്ഠമാവുക. ഫദുല യഫ്ദുലു. അതേപോലെ ഫദല ആണെങ്കിൽ അർത്ഥം വ്യത്യാസമുണ്ട്. ഫദല യഫ്ദലു ആണ്. ഫദല യഫ്ദുലു. ബാക്കിയാവുക എന്നർത്ഥം. ഫദല് എന്നതിന് രണ്ടർത്ഥമാണ്. ബാക്കി എന്നർത്ഥം വരും, അതുപോലെ തന്നെ ശ്രേഷ്ഠത എന്നർത്ഥം വരും. അതൊന്ന് വരുന്നത് ഫദല യഫ്ദുലു എന്നാണ്, മറ്റത് വരുന്നത് ഫദല യഫ്ദുലു എന്നാണ്. അപ്പൊ ഇവിടെ പിന്നെ ഫദ്ദല എന്നത് അതിന്റെ വസ്ൻ എങ്ങനെയായിരിക്കും? ഫഅല യുഫഅലു അല്ലേ? ഫഅല യുഫഅലു വസ്നിലാണ് അത് വരുന്നത്. തഫ്ഈൽ, തഫ്ളീൽ. ഇവിടെ ഫദ്ദല യുഫദ്ദിലു, തഫ്ളീൽ. അതിന്റെ മസ്ദർ അങ്ങനെയാണ് വരിക. ഫദ്ദല, ഫദ്ദൽതു, ഇനി എന്താണ്? ഫദ്ദൽതുക്കും, ഫദ്ദൽതു എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫദ്ദൽതു ഫഅലയിൽ നിന്ന് വരുമ്പോൾ അതിന്റെ സീഗ എവിടെയാണുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഫദ്ദൽതു, ഫദ്ദൽതു മുത്തക്കല്ലിമാണ്, മുഫ്രദാണ്. ഫദ്ദൽതു ഞാൻ ശ്രേഷ്ഠമാക്കി എന്നർത്ഥം. ഫദ്ദൽതു, ഫദ്ദല അവൻ ശ്രേഷ്ഠമാക്കി. ഫദ്ദല, ഫദ്ദലു, ഫദ്ദലത്തു, ഫദ്ദലത, ഫദ്ദൽന. ഫദ്ദൽത, ഫദ്ദൽതുമാ, ഫദ്ദൽതും, ഫദ്ദൽതി, ഫദ്ദൽതുമാ, ഫദ്ദൽതുന്ന, ഫദ്ദൽതു, ഫദ്ദൽന. അപ്പൊ ഇവിടെ എന്താണ്? ഫദ്ദൽതു ഞാൻ ശ്രേഷ്ഠമാക്കി എന്നർത്ഥം. ഇവിടെ ഫദ്ദൽതു എന്ന് പറയും, അല്ലെങ്കിൽ ഫദ്ദൽതു എന്ന് പറയുമ്പോൾ അതെന്താണ്? ഫിഅൽ മാദിയാണ് അല്ലെ? ഫിഅൽ മാദി, ഫിഅൽ മാദി മബ്നിയൻ അല സുക്കൂനി അല്ലെ? അല സുക്കൂനി.
പിന്നെ തു, അവിടെ വരുന്ന തു എന്ന് പറയുന്നത് ഫദ്ദൽതു എന്ന് പറയുന്നത് ളമീറാണ്. മബ്നിയുൻ അല ളമ്മി. അതിന്റെ മഹല്ല എന്താണ്? ഫി മഹല്ലി റഫ്അ അല്ലേ? ഫാഇലിന്റെ സ്ഥാനത്ത് വരുന്ന ഫദ്ദൽതു, ഞാൻ ശ്രേഷ്ഠമാക്കി എന്നാണല്ലോ. അപ്പം ഫാഇലാണ്. ആരാണ് ഫദ്ദൽതു എന്നത്? തു എന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്ന അർത്ഥത്തിൽ. അപ്പോ അവിടെ എന്താണത്? ഫാഇലായി വരുന്ന, ഫാഇലിന്റെ സ്ഥാനത്ത് മർഫു ആയിട്ടാണ് അത് വരിക എന്നർത്ഥം. ശരി. ഫദ്ദൽതുക്കും, പിന്നെ വരുന്നത് ഫദ്ദൽതുക്കും എന്നതാണ്. ബാക്കിയിലുള്ളത് ഫദ്ദൽതുക്കും, നിങ്ങളെ ശ്രേഷ്ഠമാക്കി എന്നർത്ഥം. ഫദ്ദൽതുക്കും, നിങ്ങളെ ശ്രേഷ്ഠമാക്കി. എന്താണ് ഫദ്ദൽതുക്കും എന്ന് പറയുന്നത്? കും എന്ന് പറയുന്നത് ളമീർ മബ്നിയുൻ അല അസ്സൂനി ഫി മഹല്ലി നസ്ബ് അല്ലേ? ഫദ്ദൽതുക്കും, നിങ്ങളെ ശ്രേഷ്ഠമാക്കി. ഇവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ. മഫ്ഊല് ബിഹി, മഫ്ഊല് ബിഹി. ളമീർ മബ്നിയുൻ അല അസ്സൂനി ഫി മഹല്ലി നസ്ബ്, മഫ്ഊല് ബിഹി. ശരി. وأني فضلتكم على العالمين. ഫദ്ദൽതുക്കും, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠമാക്കി എന്നർത്ഥം. ഫദ്ദൽതുക്കും, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠമാക്കി. ഫദ്ദല, അവൻ ശ്രേഷ്ഠമാക്കി. ഫദ്ദൽതു, ഞാൻ ശ്രേഷ്ഠമാക്കി. ഫദ്ദൽതുക്കും, നിങ്ങളെ ശ്രേഷ്ഠമാക്കി. അപ്പൊ നിങ്ങൾ എന്തായി മാറുന്നു? അവിടെ മഫ്ഊല് ബിഹിയാണ്, നിങ്ങൾ. അതുകൊണ്ട് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് വരുന്നതാണ് അത് മൻസൂബ്, നസ്ബിന്റെ സ്ഥാനത്താണ് കും എന്ന് വരുന്നത്. മനസ്സിലായല്ലോ? അല, അല ഹർഫ് ജർ. ഓക്കെ. പിന്നെ അലൽ ആലമീൻ, ആലം, ആലമുൻ, ആലമുൻ അതിന്റെ ബഹുവചനമാണ് ആലമൂന. നമ്മള് കഴിഞ്ഞ അൽ ബലാഗയുടെ ക്ലാസ്സിൽ പഠിച്ച രൂപം എന്താണ്? എന്താകുന്നു? ആലമുൻ ജംഅ, ആലമൂന ജംഅ മുദക്കർ സാലിം. ജംഅ മുദക്കർ സാലിം. അലൽ ആലമീൻ. ഇവിടെ അല വന്നതുകൊണ്ട് ആലമൂന എന്നതിലേക്ക്, ആലമൂന എന്ന് പറയുമ്പോൾ അത് നെക്കിറയാണ്. ശ്രദ്ധിക്കുക, ആലമൂന നെക്കിറയാണ്, ആലമുൻ നെക്കിറയാണ്. അൽ ആലമു ആവുമ്പോൾ അത് മാരിഫയായി. ആലമൂന എന്ന് പറയുന്നത് അതിന്റെ ജംആണ്, അതും നെക്കിറയാണ്. അൽ ആലമൂന ജംഅ മുദക്കർ സാലിം. അൽ ആലമൂന അതും മനസ്സിലാക്കുക. അൽ ആലമൂന എന്ന് പറയുമ്പോൾ, ആലമുൻ എന്ന് പറയുമ്പോൾ ലോകം, ആലമൂന എന്ന് പറയുമ്പോൾ ലോകർ എന്ന അർത്ഥത്തിലാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യർ എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. അൽ ആലമൂന. എന്നാൽ അല മുമ്പിൽ വന്നതുകൊണ്ട് അൽ ആലമീന എന്നായി മാറുന്നു. കാരണം അൽ ആലമീന എന്നത് ഇസ്മ മജ്റൂർ ആയി മാറുന്നു, ജർറ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. മനസ്സിലായല്ലോ? പിന്നെ നേരത്തെ നമ്മള് അന്നീ ഫദ്ദൽതുക്കും, അന്നീ എന്ന് പറയുന്ന അന്ന ഉണ്ട് അവിടെ. അന്നക്കൊരു ഇസ്മ അന്നീ എന്ന് പറഞ്ഞപ്പോ വന്നു. അതിന്റെ ഖബർ എവിടെ? അതാരും പറഞ്ഞില്ല. അന്നയുടെ ഖബർ എവിടെ പോയി? ഫദ്ദൽതുക്കും എന്നത് അതിന്റെ ഖബറിന്റെ സ്ഥാനത്താണ് വരുന്നത് അല്ലെ? ഖബറിന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. ഫദ്ദൽതുക്കും എന്ന് പറയുന്നത് ഖബറിന്റെ സ്ഥാനത്താണ്. ജുംല വൽ ജുംലതു എന്നതാണ്. വഅന്നി ഫദ്ദൽതുക്കും, വൽ ജുംലതു ഫി മഹല്ലി റഫ്ഇ ഖബർ അന്ന എന്ന് പറയാം. ശരി. ഏതായിരുന്നാലും അന്നി ഫദ്ദൽതുക്കും അത്
ഖബറിന്റെ സ്ഥാനത്താകുന്നു, അന്നയുടെ ഖബറായി വരുന്നു എന്ന് നമുക്ക് പറയാമെന്നർത്ഥം. അലൽ ആലമീൻ, ലോകർക്കുമേൽ. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? യാ ബനി ഇസ്രാഈല, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു, ഓർക്കുവിൻ, നിഅമതി, എന്റെ അനുഗ്രഹം, അല്ലത്തി അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തതായ, അലൈക്കും, നിങ്ങൾക്ക്, വ അന്നീ ഫദ്ദൽതുക്കും, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നുവെന്നും. വാവ് ഉണ്ടാവും. വാവ് എന്താണ്? അത്ഫാണ്. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്താണ്? ഓർക്കേണ്ട കാര്യം അനുഗ്രഹം ചെയ്ത അനുഗ്രഹത്തെ ഓർക്കുക. അതിലേക്ക് മഅതൂഫാണ് എന്ത്? അന്നീ ഫദ്ദൽതുക്കും, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നും നിങ്ങൾ ഓർക്കുക എന്നർത്ഥം. അലൽ ആലമീൻ, ലോകരെക്കാളും, ലോകത്തുള്ള എല്ലാവരെക്കാളും നിങ്ങളെ ഞാൻ ശ്രേഷ്ഠരാക്കി എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. ഇനി വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. واتقوا يوما لا تجزي نفس عن نفس شيئا. واتقوا, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. വാവ് അത്ഫിന്റെ വാവാണ് അവിടെ. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. യൗമൻ, ഒരു ദിവസത്തെ, ലാ തജ്സി, അത് ലാ തജ്സി, പ്രതിഫലം നൽകുകയില്ല അല്ലെങ്കിൽ ഉപകരിക്കുകയില്ല, നഫ്സുൻ, ഒരു ദേഹവും, അൻ നഫ്സിൻ, മറ്റൊരു ദേഹത്തിനും. ഒരു നഫ്സും മറ്റൊരു നഫ്സിന് ഉപകാരം ചെയ്യാത്ത ആ ദിവസത്തെ നിങ്ങൾ ഓർക്കുക എന്നർത്ഥം. അപ്പൊ ഇവിടെ വത്തഖൂ യൗമൻ, വത്തഖൂ, ശരിക്കും ശ്രദ്ധിക്കുക. വത്തഖൂ എന്ന് പറയുന്നത്, വത്തഖൂ എന്ന് പറയുന്നത് വാവ് നമുക്കറിയാവുന്നതാണ്, അത്ഫിന്റെ വാവാണ്. ഇത്തഖൂ, പിന്നെന്താണ്? തഖൂ എന്നതാണ്. ഫിഅൽ അംറാണ്. പക്ഷെ ഇത്തഖൂ എന്ന ആ പദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്താകുന്നു? ഏത് രൂപത്തിലാണ് അത് ഉണ്ടാകുന്നത്? അതാദ്യം ഒന്ന് പരിശോധിക്കാം. അതിന്റെ അടിസ്ഥാന പദം എന്താണ് എന്നുള്ളതാണ്. ഇത്തഖ യത്തഖി, അതും ഞാൻ സമ്മതിച്ചു, ഇത്തഖ യത്തഖി തന്നെയാണ്. പക്ഷെ അത് ഇത്തഖ, ശരി, ഇത്തഖ ആണെങ്കിൽ അത് ഇഫ്തഅല വസനിലാണ്. ഏത് രൂപത്തിലാണ്? അത് വഖ യഖി, അതാണ് അതിന്റെ അടിസ്ഥാന പദം. വഖ യഖി, വഖ യഖി എന്നതാണ് അതിന്റെ അടിസ്ഥാന പദമായി വരുന്നത്. വഖ യഖി. അതിന്റെ വഖ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെ വരിക? വഖ, സൂക്ഷിച്ചു, സംരക്ഷിച്ചു എന്ന അർത്ഥത്തിലാണ് അത് വരിക. എന്നാൽ സൂക്ഷിക്കുക, അതായത് സൂക്ഷിച്ചു എന്നല്ല, സൂക്ഷ്മതയിലായി എന്നർത്ഥം. വഖ, സംരക്ഷിതമായി എന്നർത്ഥം വരും വഖ എന്ന് പറയുമ്പോൾ. എന്നാൽ അത് അതിന്റെ ഇഫ്തഅല വസനിലാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു, വഖ യഖി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇഫ്തഅല വസൻ എങ്ങനെയാണ് വരേണ്ടത്? ഇഫ്തഅല, ഈ പദത്തെ, ഇത്തഖ എന്ന പദത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക. എങ്ങനെ വരണം? ഈ
ഇഫ്തഅല ആണെങ്കിൽ ഇവ് ഇവ് ത ക ഇങ്ങനെയാണ് അല്ലെ. ഇത്തഖ എന്ന് പറയണം. ഇവ്തഖ എന്ന് വരുമ്പോൾ ആ വാവിനെ ഹദ്ഫ് ചെയ്തു പോയി. എന്നിട്ട് അതിന് പകരം താക്ക് എന്ത് കൊടുത്തു? ഒരു താ സിയാദത്ത് അവിടെ നൽകി. അവിടുത്തെ ഉച്ചാരണത്തിന് അല്പം കൂടി ഒരു എളുപ്പം ലഭിക്കുന്നതിന് വേണ്ടി എന്തായി മാറി? ഇഫ്തഅല എന്നത് ഇബ്തഖ എന്നാവുമ്പോ ഈ ത് ത ഖ എന്നായി മാറി. അപ്പൊ അത് രണ്ട് ത ഒരുമിച്ച് വന്നതുകൊണ്ട് എന്തായി മാറി? ഇത്തഖ, രണ്ട് ശബ്ദ നൽകിക്കൊണ്ട് ഇത്തഖ ആയി മാറി. അപ്പൊ ഇത്തഖ ഇത്തഖി. അപ്പൊ അതിന്റെ വസ്ന് ഇഫ്തഅല വസ്നിൽ നിന്നാണ് അതിന്റെ അസ്ലിയായ പദം സുലാസി മുജറദായി വരുന്ന ഫിഅല് വഖാ യഖി എന്നതാകുന്നു. അതിന്റെ ഇഫ്തഅല വസ്നിൽ നിന്നാണ് ഇത്തഖ ഉണ്ടാകുന്നത്. ഇത്തഖ യത്തഖി, ഇത്തഖ യത്തഖി. അതിൽ നിന്നാണ് മുത്തഖി. അതിന്റെ ഇസ്മു ഫാഇലാണ് മുത്തഖി എന്ന് പറയുന്നത്. അതിന്റെ മസ്ദറാണ് തഖ്വ എന്ന് പറയുന്നത്. ഇത്തഖ എന്നതിന്റെ മസ്ദറായിട്ടാണ് തഖ്വ കടന്ന് വരുന്നത് എന്നാണ്. ശരി. അപ്പോ ഇവിടെ എന്താണ്? വത്തഖു, വത്തഖു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത്തഖി, അതിന്റെ ഇത്തഖ യത്തഖി ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇത്തഖ യത്തഖി, അതിന്റെ അമ്രാണ് ഇത്തഖി. ഇങ്ങനെയാണ് വരിക. ഇത്തഖി താക്ക് ശബ്ദോട് കൂടി. ഇത്തഖി, ഇത്തഖ യത്തഖി, അതിന്റെ അമ്രാണ് ഇത്തഖി. അത് ഇഫ്തഅല വസ്നിൽ നിന്ന് ശരിക്കും നിങ്ങൾ അമ്രിനെ രൂപപ്പെടുത്തി വന്നാൽ, പ്രത്യേകിച്ച് ഇല്ലത്തുള്ള ഒരു ഇല്ലത്തിന്റെ അക്ഷരമുള്ള ഒരു ഫിഅലാണ് ഇത്തഖ എന്നത്. അതിൽ നിന്ന് എങ്ങനെയാണ് അമ്ര് ഉണ്ടാക്കുക എന്നത് നിങ്ങൾ നേരത്തെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടും. ഇത്തഖി എന്നായിരിക്കും അത് വരും. അപ്പൊ ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, അല്ലെ, മദ്ലൂമിന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അത് ഇത്തഖി എന്നാണ്. അപ്പൊ അതിന്റെ ബഹുവചന രൂപമാണ് ഇത്തഖു. ഇത്തഖു, അതിന്റെ ബഹുവചന രൂപമാണ് ഇത്തഖു. ഇത്തഖു എന്നത് ഫിഅല് അംറാണ്, അല്ലെ, ഫിഅല് അംറാകുന്നു. മബ്നിയുൻ അലാ ഹദ്ഫി നൂൻ, നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ടുള്ള. അതിലുള്ള വാവുൽ ജമാഅത്ത് ളമീറുൻ മബ്നിയുൻ അലാ സുകൂൻ, അല്ലേ, വാവുൽ ജമാഅത്ത് ളമീറുൻ മബ്നിയുൻ അലാ സുകൂനി ഫീ മഹല്ലി റഫ്ഇ ഫാഇൽ, അല്ലേ, ഫീ മഹല്ലി റഫ്ഇ ഫാഇൽ. അപ്പോ ഇത്തഖി ദഅവത്തുൽ മദ്ലൂം. ശരി. അപ്പോൾ ഫിഅല് മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂനാണ് ഇത്തഖു. അതിലുള്ള വാവുൽ ജമാഅത്താണ് ളമീറുൻ മബ്നിയുൻ അലാ സുകൂനി ഫീ മഹല്ലി റഫ്ഇ ഫാഇൽ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. പിന്നെ അതിനുശേഷം യൗമൻ, 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 ഇത്തഖു യൗമൻ. ആയത്ത് നമ്പർ 48, സൂറത്തുൽ ബഖറ 48. യൗമൻ എന്ന് പറയുന്നത് യൗമുൻ ദിവസം എന്നാണ്. യൗമുൻ ദിവസം. അത് യൗമൻ എന്നായി മാറാനുള്ള കാരണം, യൗമൻ എന്ന് ആവാനുള്ള കാരണം മഫ്ഊല് ബിഹി മൻസൂബ് ആയി, അല്ലെ, മഫ്ഊല് ബിഹി മൻസൂബായി. മഫ്ഊല് ബിഹി മൻസൂബ്. വത്തഖൂ യൗമൻ ലാ തജ്സി, ലാ തജ്സി, ശരിക്കും ശ്രദ്ധിക്കുക, ലാ തജ്സി, ലാ തജ്സി, ജസാ യജ്സി, ജസാ യജ്സി, ഉപകരിക്കുക,
ഉപകരിക്കുന്നു, ഉപകരിച്ചു, അതാണ് ജസാ യജ്സി. ജസാ യജ്സി. അതിന്റെ മുമ്പ് ലാമ് വന്നിരിക്കുകയാണ്. അപ്പൊ ഉപകരിക്കുക ഇല്ല എന്ന അർത്ഥത്തിൽ അല്ലെ. ഹർഫ് എന്താണ്? ലാം എന്താണ്? ഹർഫ് നഫിയാണ്. ഇനി ഇത് ഹർഫ് നഹി ആണെങ്കിലോ എങ്ങനെ വരിക? നഹി ആണെങ്കിൽ ഉപകരിക്കരുത് എന്ന അർത്ഥത്തിലാണെങ്കിൽ എങ്ങനെയാണ് വരിക? അങ്ങനെ യാ ഹർഫ് ചെയ്യണം. അതെ. അപ്പൊ എങ്ങനെ വരിക? ലാ ഷാദ. അതാണ് ലാ തജ്സി. അതാണ് ലാ തജ്സി. അങ്ങനെയാണ് വരിക. ലാ തജ്സി. ഈ ക്ലാസിന്റെ സമയം ഏകദേശം അവസാനിക്കാറായി. കൃത്യസമയം 6:30 മുതൽ 7:15 സമയം തുടങ്ങിയപ്പം 6:45 ചിലപ്പോൾ 7:40-45 വരെയൊക്കെ പോകും. അപ്പം ലാ തജ്സി നഫ്സുൻ, ലാ തജ്സി. അപ്പൊ ഇവിടെ ഉപകരിക്കുകയില്ല എന്നർത്ഥം. ഉപകരിക്കുകയില്ല. ലാ തജ്സി എന്ന് പറഞ്ഞാൽ ഉപകരിക്കുകയില്ല എന്നർത്ഥം. അപ്പൊ ലാ തജ്സി എന്തുകൊണ്ടാണ് ലാ തജ്സി എന്ന് പറയുന്നത്? ലാ യജ്സി എന്നല്ലേ പറയേണ്ടത്? ലാ യജ്സി എന്നല്ലേ, ജസാ യജ്സി എന്നല്ലേ? അപ്പൊ അത് ലാ യജ്സി എന്നല്ലേ പറയേണ്ടത്? ലാ യജ്സി എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ലാ തജ്സി എന്ന് പറഞ്ഞത്? അതിന്റെ സ്ഥാനം എന്താണ്? ജസാ യജ്സി, യജ്സി. അപ്പൊ ഇവിടെയുള്ള ഫാഇൽ ആരാണ്? ലാ തജ്സി എന്ന് പറയുന്നതിലുള്ള ഫാഇൽ ആരാകുന്നു? ഉപകരിക്കുകയില്ല. ഒരു ദേഹവും മറ്റൊരു ദേഹത്തിന് ഉപകരിക്കുകയില്ല. ഒരു നഫ്സും മറ്റൊരു നഫ്സിന് ഉപകരിക്കുകയില്ല എന്ന് പറയുമ്പോ അതിലുള്ള അതിലുള്ള ഫാഇല് നഫ്സാണ്. നഫ്സ് ഖുർആൻ മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന അല്ലെ, നഫ്സിനെ മുഅന്നസായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഖുർആനിലെവിടെയും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് അല്ലെ, നഫ്സൊക്കെ ദാഇഖത്താണ്, ദാഇഖല്ല, ദാഇഖത്തുൽ മൗത്താണ്, മരണത്തെ രുചിക്കുന്നവളാണ് നഫ്സ്. യാ അയ്യതുഹൻ നഫ്സ്, നഫ്സിനെ ഖുർആൻ ഉപയോഗിച്ചത് മുഴുവനും മുഅന്നസായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ലാ യജ്സി എന്ന് പറഞ്ഞാൽ പറ്റില്ല, ലാ തജ്സി എന്ന് തന്നെ പറയാം. തഖു യൗമൻ ലാ തജ്സി, അതാണ് ലാ തജ്സി. അപ്പൊ അതിന്റെ സ്ഥാനം സീഗ എന്താണ് വരിക? ലാ തജ്സി എന്ന് പറയുമ്പോൾ ലാ തജ്സി ആ സീഗ എന്താണ്? ഗായിബ് മുഅന്നസ് മുഫ്രദ് അല്ലെ, ഗായിബാണ്, മുഅന്നസാണ്, മുഫ്രദാണ്. തഫ്അലു എന്ന സ്ഥാനത്ത് യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, ആ സ്ഥാനത്താണ് അത് വരുന്നത്. ശരി, തഫ്അലു എന്ന സ്ഥാനത്താണ് അത് വരുന്നത്. അതാണ് തജ്സി. അപ്പോ വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ, അപ്പോൾ നഫ്സുൻ എന്ന് പറയുന്നത് നഫ്സുൻ ഇസ്മ അവിടെ ഫായിലാണ് അല്ലെ, ഫായില് മർഫുവാണ്, ഫായില് മർഫുവാണ്. അപ്പോ നഫ്സുൻ ലാ തജ്സി നഫ്സുൻ, ഒരു ദേഹവും ഉപകരിക്കുകയില്ല, ഒരു ദേഹവും ഉപകരിക്കുകയില്ല, ഒരു ദേഹവും ഉപകരിക്കുകയില്ല. ശ്രദ്ധിക്കുക, ഒരു നഫ്സും ഉപകരിക്കുകയില്ല. അൻ നഫ്സിൻ, അൻ അവിടെ ഹർഫ് ജറാണ്. മറ്റൊരു നഫ്സിനെ സംബന്ധിച്ച്,
മറ്റൊരു നഫ്സിനെ സംബന്ധിച്ച് ഉപകരിക്കുകയില്ല. അപ്പൊ അന്ന ഹർഫു ജറാണ്. അൻ നഫ്സിൻ, മറ്റൊരു നഫ്സ് എന്ന അർത്ഥത്തിലാണ് വരിക. അൻ നഫ്സ്, ഒരു ദേഹവും. നഫ്സിൻ എന്ന് വരാനുള്ള കാരണം എന്താണ്? ഒരു ദേഹവും ഒരു ദേഹത്തിനും ഉപകരിക്കുകയില്ല എന്നർത്ഥം. ഇസ്മ മജ്റൂറായി വരും അല്ലെ, അൻ നഫ്സിൻ. ഷൈഅൻ, ഷൈഉൻ എന്നത് ഷൈഉൻ, ഷൈഉൻ, ഷൈഉൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, ഒരു വസ്തു എന്നാണ് ഷൈഉൻ. ഇവിടെ നേർക്ക് നേരെ അർത്ഥം പറയുമ്പോൾ വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, വത്തഖു നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക, യൗമൻ ഒരു ദിവസത്തെ, ലാ തജ്സി അത് ഉപകരിക്കുകയില്ല, നഫ്സുൻ അൻ നഫ്സിൻ ഒരു ദേഹവും ഒരു ദേഹത്തിനും ഉപകരിക്കുകയില്ല, ഷൈഅൻ യാതൊന്നും എന്ന അർത്ഥത്തിൽ, ഒട്ടും ഒന്നുമില്ല അർത്ഥത്തിൽ, ഷൈഅൻ ഒട്ടും ഉപകരിക്കുന്നതല്ല, യാതൊന്നും ഉപകരിക്കുകയില്ല എന്നർത്ഥം. ഇവിടെ ഷൈഉൻ എന്നത് ഷൈഅൻ എന്നായി മാറുന്നു. കാരണം ആ ഷൈഅ് യാതൊന്നിനെയും ഉപകരിക്കുകയില്ല, യാതൊന്നിനെയും എന്നാണ് വരിക. അപ്പൊ അവിടെ അത് മഫ്ഊൽ ബിഹിയാണ്, മൻസൂബാകുന്നു. നിങ്ങൾക്കറിയാം. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل വാവ് അത്ഫാണ്, ഉപകരിക്കുകയില്ല. വലാ യുഖ്ബലു, ലാ യുഖ്ബലു, അഖ്ബല യുഖ്ബിലു, അഖ്ബല യുഖ്ബിലു, അഖ്ബല യുഖ്ബിലു, സ്വീകരിച്ചു എന്നാണ്. അഖ്ബല സ്വീകരിച്ചു, ഒരാളിൽ നിന്ന് ഒരു വസ്തു സ്വീകരിക്കുന്നതിനെയാണ് അഖ്ബല എന്ന് പറയും. വലാ യുഖ്ബലു, ഇവിടെ യുഖ്ബിലു എന്നാണ്. എന്താണ് യുഖ്ബലു ആവാനുള്ള കാരണം? എന്താണ്? യുഖ്ബലു ആവാനുള്ള കാരണം മജ്ഹൂലാണ്. യുഖ്ബിലു എന്ന് പറയുന്നതിന്റെ അഖ്ബല, ഉഖ്ബില, യുഖ്ബിലു, യുഖ്ബലു അതിന്റെ മജ്ഹൂല്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫാഇലിനെ പറയാത്തത് എന്നർത്ഥം, ഫാഇൽ മജ്ഹൂലായത് എന്നർത്ഥം, ഫാഇൽ അറിയപ്പെടാത്തത്, അതാണ് മജ്ഹൂൽ. കർമ്മണി പ്രയോഗം എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പാസീവ് എന്ന് പറയുന്ന പ്രയോഗം. അപ്പോ ഇവിടെ യുഖ്ബലു എന്ന് പറയുന്നത് സ്വീകരിക്കപ്പെടുന്നു എന്നർത്ഥം. സ്വീകരിക്കുന്നു എന്നതിന് യുഖ്ബിലു എന്ന് പറയും. സ്വീകരിക്കുന്നു, സ്വീകരിക്കപ്പെടുന്നു എന്നതാണ് യുഖ്ബലു. ലാ യുഖ്ബലു സ്വീകരിക്കപ്പെടുന്നതല്ല എന്നർത്ഥം, സ്വീകരിക്കപ്പെടുന്നതല്ല. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഇപ്പോ യുഖ്ബലു എന്ന് പറഞ്ഞാൽ, യുഖ്ബിലു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു, അപ്പൊ അതിനൊരു ഫാഇൽ ഉണ്ടാകും അല്ലെ? യുഖ്ബിലു എന്ന് പറയുമ്പോൾ അതിനൊരു ഫാഇൽ ഉണ്ടാകും. എന്നാൽ യുഖ്ബലു എന്ന് പറയുമ്പോൾ അത് മജ്ഹൂലാണ്, സ്വീകരിക്കപ്പെടുന്നു എന്നാണ്. സ്വീകരിക്കപ്പെടുന്നു, അപ്പൊ അതിനൊരു ഫാഇൽ ഉണ്ടാവുമോ? അതിന് ഫാഇൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവുക? എന്താണ്? നായിബ് ഫാഇലാണ് വരിക അല്ലെ? ഫാഇലിന്റെ ഒരു പകരക്കാരൻ എന്നുള്ള നിലക്കാണ് അത് വരിക. അപ്പൊ ആയിക്കോട്ടെ. വലാ യുഖ്ബലു, ശരി, നമുക്ക് ഓർമ്മയുണ്ട്. വലാ യുഖ്ബലു അത് സ്വീകരിക്കപ്പെടുകയില്ല. മിൻ വലാ യുഖ്ബലു മിൻഹ അല്ലെ? വലാ യുഖ്ബലു മിൻഹ, വലാ യുഖ്ബലു മിൻഹ അതിൽ നിന്നും, മിൻഹ അതിൽ നിന്നും, അതിൽ നിന്നും. മിന്ന് ഹർഫു ജറാണ്. ഹ എന്ന് പറയുന്നത് എന്താണ്? ഹ നഫ്സാണ്. നഫ്സ് മുഅന്നസ് ആയതുകൊണ്ട് ഹ എന്ന് പറയുന്നു. അതിൽ നിന്നും, ഒരു നഫ്സിൽ നിന്നും എന്നർത്ഥം. വലാ യുഖ്ബലു മിൻഹ
സ്വീകരിക്കപ്പെടുകയില്ല, അതിൽ നിന്നും ആ നഫ്സിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. വലാ യുഖ്ബലു മിൻഹാ എന്താണ്? ഷഫാഅത്തുൻ അല്ലേ? ഷഫാഅത്തുൻ. ഷഫാഅത്തുൻ ഷഫാഅത്തുൻ എന്ന് പറയുന്നതാണ് ഇവിടെ നായിബ് ഫായിലായി വരുന്നത് അല്ലെ? നായിബ് ഫായിലായി വരുന്നത് അത് മർഫു ആകുന്നു. ഇവിടെ എന്താണ് നായിബ് ഫായിലും വ്യത്യാസമാകുന്നത്? വലാ യുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല. അവിടെ പറയുമ്പോ അവിടെ എന്താണെന്ന് പറയുന്നില്ല. വലാ യുഖ്ബലു യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ആരായിരിക്കണം അവിടെ? വലാ യുഖ്ബലു മിൻഹാ ഷഫാഅത്തുൻ സ്വീകരിക്കപ്പെടുകയില്ല ശുപാർശ. ഷഫാഅത്തുൻ എന്ന് പറഞ്ഞാൽ ശുപാർശയാണ്, അള്ളയാണ് അല്ലെ? അപ്പൊ അള്ളാഹു എന്ന ഫാഇലിനെ അവിടെ പറയപ്പെട്ടിട്ടില്ല. അള്ളയാണല്ലോ സ്വീകരിക്കേണ്ടത്. യുഖ്ബിലു സ്വീകരിക്കേണ്ടത് അള്ളയാണല്ലോ. അപ്പോൾ വലാ യുഖ്ബലു സ്വീകരിക്കപ്പെടുന്നില്ല. എന്തിനെയാണ് സ്വീകരിക്കപ്പെടാത്തത്? അള്ളാഹു സ്വീകരിക്കില്ല. വലാ യുഖ്ബിലു അള്ളാഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് പറയാണ് വലാ യുഖ്ബിലു ഷഫാഅത്തൻ. എന്താണ്? വലാ യുഖ്ബിലു അവൻ സ്വീകരിക്കുന്നില്ല, ഷഫാഅത്തൻ ഒരു ശുപാർശയെയും സ്വീകരിക്കുന്നില്ല. അപ്പോൾ അവിടെ ഷഫാഅത്തൻ എന്നത് മഫ്ഊൽ ബിഹിയായി. ആ മഫ്ഊൽ ബിഹിയായി വരുന്ന വസ്തുവാണ് ഇവിടെ മജ്ഹൂലായി വരുന്ന ഫിഅലിലെ നായിബ് ഫായിലായി വരുന്നത് എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ ഷഫാഅത്ത് വലാ യുഖ്ബലു മിൻഹാ ഷഫാഅത്തുൻ. അപ്പോൾ ഷഫാഅത്തുൻ എന്നത് തഅനീസോട് കൂടിയിട്ടാണ്, മുഅന്നസാണ്. അത് യുഖ്ബലു എന്ന് പറയുന്നിടത്ത് അത് ബാധകമാകുന്നില്ല. അതുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. വലാ യുഖ്ബലു മിൻഹാ ഷഫാഅത്തുൻ. അത് വലാ യുഖ്ബലു മിൻഹാ ഷഫാഅത്തുൻ. ഇവിടെ വലാ യുഖ്ബലു എന്നത് ഫിഅൽ മുദാരിയാണ് അല്ലേ? യുഖ്ബലു എന്ന് പറയുന്നത് ഫിഅൽ മുദാരിയാണ്, മബ്നിയുൻ ലിൽ മജ്ഹൂലി അല്ലേ? മബ്നിയുൻ ലിൽ മജ്ഹൂലി ഫിഅൽ മുദാരി. യുഖ്ബലു എന്ന് പറയുന്നത് മബ്നിയായ ഫിഅൽ മുദാരിയാണ്, ലിൽ മജ്ഹൂലി എന്നതാണ്. മർഫുആണ്, ലമ്മോട് കൂടി അത് റഫ് ചെയ്യപ്പെടുന്നു. മിൻഹ അത് നമ്മൾ പറഞ്ഞു ഷഫാഅത്തുൻ. വലാ യുഖദു അതേ പ്രയോഗം തന്നെയാണ്. വലാ യുഖദു ഞാനത് വിശദീകരിക്കുന്നില്ല. വലാ യുഖദു ലാ എന്ന് ലാം എന്താണ്? വാവ് ഹർഫ് അത്ഫാണ്. ലാമ് ഹർഫ് നഫിയാണ്. പിന്നെ യുഖദു അഖദ എന്നതിൽ നിന്ന് അഖദ യഖുദു അഖദ യഖുദു അഖദ യഖുദു അതിൽ നിന്ന് അതിന്റെ മജ്ഹൂലിന്റെ രൂപമാണ് യുഖദു. വലാ യുഖദു. അവിടെയും എടുക്കപ്പെടുകയില്ല. അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു. മനസ്സിലായല്ലോ? യഖുദു എടുക്കുന്നു, യുഖദു എടുക്കപ്പെടുന്നു എന്നർത്ഥം. അതും യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ സ്വീകരിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ്. യഖ്ബലു എന്നതും യുഖദു എന്നതും ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത്, രണ്ട് പദങ്ങളാണെങ്കിൽ പോലും. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ വലാ യുഖദു എന്ന് പറയുന്നതിനെയും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയാൻ സാധിക്കും. പിന്നെ വലാ യുഖദു മിൻഹാ അദ്ലുൻ. അദ്ലുൻ അദ്ലുൻ എന്ന് പറയുന്നത് സമമാവുന്നത് എന്നർത്ഥം. അദ്ല് എന്ന് പറഞ്ഞാൽ നീതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ലുൻ സമമാവുന്നത് സ്വീകരിക്കപ്പെടുകയില്ല. സമമാവുക എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരമായിട്ട് വരിക, പ്രായശ്ചിത്തമായിട്ട് വരിക. മനസ്സിലായല്ലോ? പകരം ഒരു സംഗതി ചെയ്തു, ഒരു അബദ്ധം, അതിന് പകരമായിട്ട് ഒരു കാര്യം ചെയ്യും. അദ്ലുൻ. അതുകൊണ്ടാണ് അമാനി മൗലവിക്ക് അതിന് അവിടെ ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? വലാ യുഖദു മിൻഹാ അദ്ലുൻ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലാ യുഖ്ബലു എന്ന അതേ പ്രയോഗം തന്നെ ഫിഅൽ മുദാരിയുടെ അതേ പ്രയോഗമാണ്. വലാ യുഖദു അത് നഫിയിലാണ് വരുന്നത് എന്ന് മാത്രം. അത് ഫിഅൽ മുദാരിയാണ്, മജ്ഹൂലാകുന്നു, മർഫു ആകുന്നു. പിന്നെ മിൻഹ എന്നത് നമ്മൾ പറഞ്ഞു. മിൻഹ അതിൽ നിന്ന്, ഒരാളിൽ നിന്നും, ഒരു നഫ്സിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. അദ്ലുൻ പ്രായശ്ചിത്തം എന്ന് പറയാം, അല്ലെങ്കിൽ
പകരം വരുന്നത്, അതിന് പകരമായിട്ട് എന്നർത്ഥം. അതിന് പകരമായിട്ടൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം. അതിന് കിടയൊത്തത് എന്നൊക്കെയാണ് അമാനുമോല് അതിന്റെ വാക്കർത്ഥം നൽകിയത് നമുക്ക് കാണാൻ സാധിക്കാം. വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. വലാ ഹും യുൻസറൂൻ. വലാ എന്ന് പറഞ്ഞാൽ ഹർഫു നഫിയാണ്. വലാ യുൻസറൂൻ, അതിന് ഹും എന്നത് തൗക്കീദിന് വേണ്ടിയിട്ടാണ് ആ ളമീർ അവിടെ കൊടുക്കുന്നത്. വലാഹും, വലാഹും യുൻസറൂൻ. ഹും എന്നത് വലാ, ലാമ് എന്താണ്? നഫിയാണ് അല്ലെ, ഹർഫ് നഫിയാണ്. പിന്നെ യുൻസറൂൻ, നസറ, നസറ യൻസുറു, നസറ യൻസുറു, യൻസുറൂന അവർ സഹായിക്കുന്നു, അവർ സഹായിക്കുന്നു. യൻസുറൂന അവർ സഹായിക്കുന്നു. യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നു, മജ്ഹൂലായി വരുന്നു. യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നു. വലാ യുൻസറൂൻ, വലാ യുൻസറൂൻ, ലാ യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നില്ല. മനസ്സിലായല്ലോ. പിന്നെ വലാ ഹും, അവിടെ അവർ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഹും അവിടെ നൽകുന്നത്. വലാഹും യുൻസറൂൻ, അതാണ് വലാഹും യുൻസറൂൻ. അപ്പോ യുൻസറൂൻ എന്നത് ഫേൽ മുദാരിയാണ് അല്ലെ, മജ്ഹൂലായി വരുന്ന ഫേൽ മുദാരിയാകുന്നു. അവിടെ വരുന്ന വാവുൽ ജമാഅത്ത് ളമീർ മബ്നിൻ അലാ സുകൂനി ഫീ മഹല്ല് റഫ്അ്, ഫീ മഹല്ല് റഫ്അ് എന്താണ്? വലാഹും യുൻസറൂൻ എന്നതിലുള്ള വാവുൽ ജമാഅത്ത് എന്താണ്? വലാഹും യുൻസറൂൻ. ഫീ മഹല്ല് നായിബ് ഫായിലാണ്. ഫീ മഹല്ല് ഫായിലല്ല, ഫീ മഹല്ല് റഫ്അ് നായിബ് ഫായിലാകുന്നു. മനസ്സിലായല്ലോ. ശരി, നമുക്ക് ഇന്ന് ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. 7:15 ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും ഇതുപോലെ കൃത്യമായി അതിലടങ്ങിയ പദങ്ങളും അതിലടങ്ങിയ വ്യാകരണ നിയമങ്ങളും ഭാഷയും അതിലെ പാരായണ മര്യാദകളും അതിലെ ആശയങ്ങളും ഒക്കെ പഠിച്ച് ഇതുപോലെ വളരെ നല്ല രൂപത്തിൽ മുമ്പോട്ട് പോയി ഈ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തെ പൂർത്തിയാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ഈ പഠനത്തിലൂടെ ധാരാളം വിജ്ഞാനം നമുക്ക് ലഭിക്കുന്നതിൽ അപ്പുറം നമ്മുടെ ജീവിതത്തെ വളരെ നല്ല രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റി തീർക്കുകയും കൂടുതൽ വിവരം അല്ലെങ്കിൽ വിജ്ഞാനം ലഭിച്ച ഉത്തമരായ ഉത്കൃഷ്ടരായ ഒരു സമൂഹമായി മാറുവാനും ഉദാത്തമായി ചിന്തിക്കുവാനും തുറന്ന സമീപനങ്ങളും തുറന്ന മനസ്സും ഉണ്ടായിത്തീരുവാനും ഏതൊരാളോടും ഏതൊരു വിശ്വാസിയോടും ഗില്ല് ഇല്ലാതിരിക്കുവാനും എന്തെങ്കിലും തരത്തിലുള്ള പകയോ വിദ്വേഷമോ ഇല്ലാതിരിക്കുവാനും അങ്ങനെ മനസ്സിനെ പൂർണ്ണമായും വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധീകരിക്കുവാനും ഇതുവഴി നമുക്ക് സാധിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.